നമസ്കാരം. കോപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ 31-ാം തീയതി നടക്കാൻ പോകുന്ന CSB എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. വരാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, EMI ഇൻ ബാങ്കിങ് സെക്ടർ സ്റ്റാൻഡ്സ് ഫോർ. അതുമായി ബന്ധപ്പെട്ടാണ്. ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്. അങ്ങനെ കുറേ ഓപ്ഷൻ കാണും. ഈക്വലി എന്നെല്ലാം കാണും. ഇക്വേറ്റഡ് മന്ത്ലി എസ്റ്റാബ്ലിഷ്മെൻറ്റ്. Question number 2, dash of the following is not the forms of plastic money. പല 4 ഓപ്ഷൻസ് ഉണ്ട്. A ഡെബിറ്റ് കാർഡ്, B ക്യാഷ് കാർഡ്, C ക്രെഡിറ്റ് കാർഡ്, D ബാങ്ക് നോട്ട്. അപ്പോൾ ഇതിനകത്ത് ബാങ്ക് നോട്ട് പ്ലാസ്റ്റിക് മണിയല്ല. അപ്പം ആൻസർ ബാങ്ക് നോട്ട്. 3, ഇൻട്രസ്റ്റ് റേറ്റ് ആ ഡിപ്പോസിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഫിക്സ്ഡ് ബൈ. സഹകരണ സംഘങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആരാണ് ഫിക്സ് ചെയ്യുന്നത്? അത് രജിസ്ട്രാറാണ്. ആൻസർ RCS, കോഓപ്പറേറ്റീവ് രജിസ്ട്രാറാണ്. അടുത്ത 4ാമത്തെ ചോദ്യം, കസ്റ്റോഡിയൻ DV ഫയൽ ഇൻ PCRDB. അതായത് പ്രാഥമിക കാർഷിക വികസന ബാങ്കിൽ സൂക്ഷിക്കുന്ന ഫയലാണ് DV ഫയൽ, മീൻസ് ഡിസ്ചാർജ് വൗച്ചർ ഫയൽ. അതിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്? കസ്റ്റോഡിയൻ വാല്യുവേഷൻ ഓഫീസർ, അല്ലെങ്കിൽ വാല്യുവേഷൻ ഓഫീസർ പകരം തരും, ബാർ അസിസ്റ്റന്റ് രജിസ്ട്രാർ തരും. അതായത് കോപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ സസ്യത്തിൽ ഒരാളെയാണ് ഓരോ PCRDBയിലും വാല്യുവേഷൻ ഓഫീസറായിട്ട് നിയമിക്കുന്നത്. അടുത്ത 5, ഹൂ ഷാൽ കൺവീൻ ദി ഫസ്റ്റ് ജനറൽ ബോഡി ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് ആദ്യത്തെ, അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ജനറൽ ബോഡി ആരാണ് വിളിച്ചു കൂട്ടേണ്ടത്? അതായത് ചീഫ് പ്രൊമോട്ടറാണ്. അതായത് വിത്തിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അടുത്ത 6ാമത്തെ ചോദ്യം, സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ഒരു റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ, അത് റിയലോ നോമിനലൊക്കെ തരും. റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടാണ്. പേഴ്സണൽ അക്കൗണ്ടുള്ള റെപ്രസെൻറ്റേറ്റീവാണ്. അടുത്ത 7ാമത്തെ ചോദ്യം, ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് മെൻഷൻഡ് ഇൻ റൂൾ ഡാഷ് ഓഫ് KCS ആക്ട് ആൻഡ് റൂൾസ്. KCS ആക്ട് ആൻഡ് റൂൾസ് എവിടെയാണ് ഓഡിറ്റ് റിപ്പോർട്ടിനെ പറ്റി പറയുന്നത്? ഈസ് മെൻഷൻഡ് ഇൻ ദി റൂൾ 64 സബ് റൂൾ B, 64B-യിലാണ്. 63 DCA 64B-യിലാണ് ഓഡിറ്റ് റിപ്പോർട്ടിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അടുത്ത് 8ാമത്തെ ചോദ്യം, ഡാഷ് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മെഷർ ടേക്കൺ ബൈ ദി RBI ഇറ്റ് കൺട്രോൾ ഇൻഫ്ലേഷൻ ഇൻ അവർ കൺട്രി. ഇൻഫ്ലേഷൻ വരുമ്പോൾ അതിനകത്ത് ഓപ്ഷൻസ് നോക്കണം. A ഇൻക്രീസിങ് ദ CRR, ക്യാഷ് റിസർവ് റേഷ്യോ ഉയർത്തുന്നു. B ഇൻക്രീസിങ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഉയർത്തുന്നു. C റൈസിങ് റിപ്പോ ആൻഡ് റിവേഴ്സ് റിപ്പോ റേറ്റ്സ്. ദെൻ D ഓൾ ഓഫ് ദീസ്. ഇതെല്ലാം ബാധകമാണ്. അപ്പോൾ ആൻസർ D ആണ്. ഓൾ ഓഫ് ഇതെല്ലാം ബാധകമാണ്. അടുത്ത 9ാമത്തെ ചോദ്യം, ഡാഷ് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സോഴ്സ് ഓഫ് ഫണ്ട്സ് ഓഫ് എ കൊമേഴ്സ്യൽ ബാങ്ക്. താഴെ പറഞ്ഞ കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ ഫണ്ട് അല്ല, സോഴ്സ് അല്ലാത്തത് ഏത്? കോൾ മണി ബോറോയിങ്സ്, എ. B ഡിപ്പോസിറ്റ്, B ബോറോയിങ് ഫ്രം RBI, D ക്യാഷ് റിസർവ് വിത്ത് RBI. അപ്പോൾ RBIയുടെ എല്ലാ കൊമേഴ്സ്യൽ ബാങ്കും ക്യാഷ് റിസർവ് വെക്കണം. ക്യാഷ് റിസർവ് വെക്കണം, CRR വെക്കണം. അത് ഇതിൻ്റെ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഓപ്ഷൻ D ആണ്, ക്യാഷ് റിസർവ്സ് വിത്ത് RBI ആൻസർ. അടുത്തത് 10ാമത്തെ ചോദ്യം, പാർട്ട് 9B വാസ് ആഡഡ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് പെർ ആസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പാർട്ട് 9 കൂട്ടിച്ചേർത്തു. അത് എത്രാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റിലാണ്? അതായത് പിന്നെ പാർട്ട് 9B റിലേറ്റഡ് ടു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പാർട്ട് 9 പറയുന്നത്. അത് എത്രാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്ട്രുമെൻറ്റിലാണ്? അതായത് 97th, നമ്മുടെ 97ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. അടുത്ത 11ാമത്തെ ചോദ്യം, ആസ് പെർ റൂൾ 15 KCS റൂൾസ് ദി ലാസ്റ്റ് ടൈപ്പ് ഓഫ് സൊസൈറ്റി ഫോംഡ്. അപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി റൂൾ 15 ആ റൂൾ 15 പ്രകാരം നേരത്തെ 12 ആയിരുന്നു. അത് ലാസ്റ്റ് മിസ്ലേനിയസ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വീണ്ടും ഒരു ഇൻഡിപെൻഡൻറ്റ് സൊസൈറ്റി വന്നു. അതായത് ലാസ്റ്റായിട്ട് വന്നപ്പം മൾട്ടി പർപ്പസ് സൊസൈറ്റിയാണ്. ഉത്തരം മൾട്ടി പർപ്പസ് സൊസൈറ്റി. അടുത്തത് 12ാമത്തെ ചോദ്യം, ഗോർഖാൻ കമ്മിറ്റി റിപ്പോർട്ട് റിലേറ്റഡ് ടു ദി ഫോർമേഷൻ ഓഫ് ഡാഷ്. ഗോർഖാൻ കമ്മിറ്റി ഏതുമായി ബന്ധപ്പെട്ടാണ്? കൺസേൺഡ് വിത്ത് ദി NCUI. അതിനടുത്ത് 13ാമത്തെ ചോദ്യം, NCCT വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ. ഏത് വർഷമാണ്? അതായത് 1976. ഉത്തരം അതായത് ശരിക്കും 1/7/1976. അടുത്തത് 14ാമത്തെ ചോദ്യം, KCC മീൻസ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വാസ് ലോഞ്ച്ഡ് ബൈ ദി നബാർഡ്.
ഏത് വർഷമാണ്? നബാർഡ് ചിലപ്പോൾ ചോദിക്കും കേസ് ഇത് നടപ്പിലാക്കിയത് ആരാണ്? നബാർഡാണ്. ഏത് വർഷം ചോദിച്ചാൽ 1998. 1998-99 വർഷത്തെ ബഡ്ജറ്റ് സമ്മേളനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് മന്ത്രിസഭയിലാണ് ഇത് നിലവിൽ വന്നത്. ഇതിനടുത്തത് 15ാമത്തെ ചോദ്യം. റൂറൽ ഹാറ്റ് ഈസ് റിലേറ്റഡ് ടു. റൂറൽ ഹാറ്റ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? റിലേറ്റഡ് ടു നബാർഡ്. അടുത്ത 16ാമത്തെ ചോദ്യം. ICDP ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ഡാഷ്. ICDC ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആരാണ്? അത് ഉത്തരം NCDC. അത് 1985-86 കാലഘട്ടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ICDP. അടുത്തത് 17ാമത്തെ ചോദ്യം. ടെക്നിക്കൽ കമ്മിറ്റി ഈസ് ഫോംഡ് ബൈ. അതിപ്പോൾ ഇനിയും നമുക്ക് ബാധകമല്ല, നേരത്തെ ഉള്ളതാണ് ചിലപ്പോൾ ചോദിക്കുക. അപ്പം ജില്ലാ ബാങ്കുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ജില്ലാ ബാങ്ക് ഇപ്പം മെർജ് ചെയ്തുകൊണ്ട് അപ്പം ടെക്നിക്കൽ കമ്മിറ്റി ഫോം ചെയ്യുന്നത് DCB ആണ്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കാണ്. അടുത്ത 18ാമത്തെ ചോദ്യം. കോപ്പറേഷൻ ഈസ് എ ക്രൈം വെൻ ദർ ഈസ് നോ മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് കോൺഫിഡൻസ്. അതാരും പറഞ്ഞതാണ്? ഹൂ സെഡ് ദിസ്? അതായത് നമ്മുടെ രാഷ്ട്രപിതാവാണ്, ഗാന്ധിജിയുടെ വേർഡിങ്സാണ്. അടുത്ത 19ാമത്തെ ചോദ്യം. ഇത് ഫസ്റ്റ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ USA ഈസ് നോൺ ആസ്. USA ഫസ്റ്റ് കോപ്പറേഷൻ. ആൻസർ BEES. 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 അടുത്ത 20ാമത്തെ ചോദ്യം. വിസ്റ്റ ട്രസ്റ്റ് ഈസ് എ ട്രേഡ് യൂണിയൻ ഓർഗനൈസേഷൻ ഇൻ ദി നാഷണൽ ലെവൽ ഹാവിങ് ഇൻഡിവിജ്വൽ ആസ് മെമ്പേഴ്സ്. എന്താണ് വിസ്റ്റ ട്രസ്റ്റ്? വിസ്റ്റ ട്രസ്റ്റ് അതായത് നാഷണൽ ട്രേഡ് യൂണിയൻ ഓർഗനൈസേഷൻ ഓഫ് ഇസ്രയേലാണ്. അത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1929 ഇസ്രയേലിൻ്റെ ട്രേഡ് യൂണിയനാണ്. അടുത്ത 21ാമത്തെ ചോദ്യം. ഹു ഈസ് നോൺ ആസ് ദി അപ്പോസ്റ്റൽ ഓഫ് കോപ്പറേഷൻ. കോപ്പറേഷൻ അപ്പോസ്റ്റൽ അറിയപ്പെടുന്നത് റീഫീഷൻ. ഉത്തരം. അടുത്ത 22ാമത്തെ ചോദ്യം. ദ ബുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് വാസ് റിട്ടൺ ബൈ. ആൻസർ ഷുൾസ് ആണ്. അടുത്തത് 23ാമത്തെ ചോദ്യം. ബാങ്കിങ് ഓംബുഡ്സ്മാൻ വാസ് സ്റ്റാർട്ടഡ്. ഏത് വർഷമാണ് ഓംബുഡ്സ്മാൻ ആരംഭിച്ചത്? ഈ 1995. ശരിക്കും കഴിഞ്ഞാൽ ജൂണിലാണ്, 14/6/1995. അടുത്തത്. ഡ്രോയി ഓഫ് എ ചെക്ക് ഓൾവേസ് ബി എ ഡാഷ്. ഒരു ചെക്ക് നെഗോഷിയേഷൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. ചെക്കിൻ്റെ ഡ്രോയി എല്ലായ്പ്പോഴും ആരായിരിക്കും? ചെക്ക് ഈസ് എ നെഗോഷിയേഷൻ ഇൻസ്ട്രുമെൻ്റ് ഡ്രോൺ ഓൺ എ സ്പെസിഫൈഡ് ബാങ്കറാണ്. അപ്പോൾ ഒരു ചെക്കിൻ്റെ ഡ്രോയി എപ്പോഴും ഒരു ബാങ്കറായിരിക്കും. ആൻസർ ബാങ്കർ. അടുത്ത 25ാമത്തെ ചോദ്യം. ബാങ്ക്സ് വിത്തൗട്ട് എനി ബ്രാഞ്ചസ് ഈസ് കോൾഡ് ഡാഷ് ബാങ്ക്. ഇപ്പോൾ ടൈപ്സ് ഓഫ് ബാങ്ക് ഉണ്ട്. അത് ബ്രാഞ്ചില്ലാത്ത ബാങ്കാണ് യൂണിറ്റ് ബാങ്ക്. അടുത്ത 26ാമത്തെ ചോദ്യം. ഡിഫറൻഷ്യൽ DIR ഡിഫറൻഷ്യൽ ഇൻട്രസ്റ്റ് റേറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ RBI ഇൻ ദ ഡാഷ് ഇയർ. ദ ഇയർ 1972. അടുത്ത 27ാമത്തെ ചോദ്യം. ഡാഷ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് റിട്ടൺ ഇൻ ഓറിയൻ്റൽ ഓർ വെർണാക്കുലർ ലാംഗ്വേജ്. ആൻസർ നമ്മളിപ്പോൾ ബില്ല് പ്രോമിസറി നോട്ട് പോലെയുള്ളതാണ്. ഓറിയൻ്റൽ ലാംഗ്വേജ് വെർണാക്കുലർ ലാംഗ്വേജിൽ എഴുതുന്നത്, തദ്ദേശീയമായ ഭാഷയിൽ എഴുതുന്നത് അതിന് പറഞ്ഞതാണ് ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഹുണ്ടീസ്. അടുത്തത് 28ാമത്തെ ചോദ്യം. സെക്ഷൻ 123 to 127 ഓഫ് ദി NI ആക്ട് ഡീൽസ് വിത്ത്. ഇപ്പോൾ 23 മുതൽ 27, 123, 123 എല്ലാം ക്രോസിങ്ങുമായി ബന്ധപ്പെടണം. 21 ജനറൽ ക്രോസിംഗ്, 24 സ്പെഷ്യൽ ക്രോസിംഗ്, 127 ഡബിൾ ക്രോസിംഗ്. ഇപ്പം റിലേറ്റ്സ് വിത്ത് ദി ക്രോസിംഗ് ചെക്കുമായി ബന്ധപ്പെട്ടാണ്. അടുത്ത 29ാമത്തെ ചോദ്യം. വെൻ ദി ബാങ്കർ ആക്ട് ആസ് പവർ ഓഫ് അറ്റോർണി ദ റിലേഷൻഷിപ്പ് ഈസ്. പവർ ഓഫ് അറ്റോർണി ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ബാങ്കറും കസ്റ്റമറും തമ്മിൽ കുറേ ബന്ധങ്ങളുണ്ട്. അപ്പോൾ അത് ഏത് റിലേഷൻഷിപ്പാണ്? റിലേഷൻ ബിറ്റ്വീൻ ആൻ ഏജൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ. ബാങ്ക് ഏജൻറ്റും കസ്റ്റമർ പ്രിൻസിപ്പളുമായിട്ടാണ്. അടുത്ത 30ാമത്തെ ചോദ്യം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർഡ് ഇൻ ദി ഫോം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന അത് ചിലപ്പോൾ ഏത് ഫോമിലാണെന്ന ചോദ്യം. അതായത് ഫോം നമ്പർ A അതിലാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അടുത്ത 31ാമത്തെ ചോദ്യം. വെൻ ഡേറ്റ് ഓഫ് മച്യൂരിറ്റി ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് എ പബ്ലിക് ഹോളിഡേ. അത് പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ
അതിൻ്റെ ഡ്യൂ ഡേറ്റ്, ദ ബില്ല് ഈസ് പേയബിൾ എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ബില്ല് നമുക്കറിയാം 1 month, 2 month, 3 months ആണ്. അപ്പോൾ അത് വരുന്ന ദിവസം ഡേയ്സ് ഓഫ് ഗ്രേസ് കൂടെ കൂട്ടി വരുന്ന ദിവസം ഒരു പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ എന്നാണ് നടത്തേണ്ടത്. അതിൻ്റെ പ്രിസീഡിങ് ഡേ നമുക്കറിയാം. ഇപ്പം ജനുവരി 26 വരുന്നതെങ്കിൽ ജനുവരി 25 അത് ചെയ്യണം. ഇനിയൊരു ഡിക്ലെയർഡ് ഹോളിഡേ ആണെങ്കിൽ നെക്സ്റ്റ് സക്സീഡിങ് ഡേ. അത് ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്. അടുത്തത് 38ാമത്തെ ചോദ്യം. ഡാഷ് ഡിപ്പോസിറ്റ് എ കോമ്പിനേഷൻ ഓഫ് ദ ടൈം ആൻഡ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്. ഇപ്പം ടൈം ഡിപ്പോസിറ്റ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് രണ്ടേയും കോമ്പിനേഷൻ എന്ന് പറയുന്ന ഡിപ്പോസിറ്റ് എന്താണ്? നോൺ ആസ് ആൻസർ ഫ്ലെക്സ് ഡിപ്പോസിറ്റ്, FLEXI, ഫ്ലെക്സി ഡിപ്പോസിറ്റ്സ്. ദെൻ അടുത്ത ചോദ്യം. ഡാഷ് ഈസ് എ regulator of capital market that has power over all corporates for issue and transfer of securities. നമ്മുടെ ഇന്ത്യയിലെ ഒരു ബോർഡുണ്ട്, അതെന്താണ്? നമ്മുടെ ഷെയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അതായത് ആൻസർ സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അടുത്ത് 34ാമത്തെ ചോദ്യം. ക്രെഡിറ്റ് അതായത് സിബിൽ, CIBIL, സിബിൽ മീൻസ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് ആണ്. സിബിൽ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു ഒബ്റ്റെയിൻ ആൻഡ് ഷെയർ ഡാറ്റ ഓൺ ഡാഷ്. അതായത് സിബിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദി ആൻസർ ബോറോവേഴ്സ്, അതായത് വായ്പക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളതാണ് സിബിൽ എന്ന് പറയും. അടുത്തത് 35ാമത്തെ ചോദ്യം. ഇസാഫ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നാണ് ഇസാഫ്. ഇസാഫ് മീൻസ് ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫോറത്തിൻ്റെ ഷോർട്ട് ഫോമാണ് ഇസാഫ് ബാങ്ക്. അതേത് വർഷമാണ് ആരംഭിച്ചത്? 2017 ഇനി അതിൻ്റെ ഹെഡ് ഓഫീസ് എവിടെയാണെന്ന് വെച്ചാൽ തൃശ്ശൂരാണ്. അടുത്ത 36ാമത്തെ ചോദ്യം. ഇത് അണ്ടർ റൈറ്റിംഗ് ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂ ബിക്കംസ് ഇമ്പോർട്ടൻറ്റ് ടു ഗാർഡ് എഗനസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഇൻ ഓർഡർ ടു ഗാർഡ് ദി, അതായത് മാർക്കറ്റ് മാൽ പ്രാക്ടീസസ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻസർ മാർക്കറ്റ് മാൽ പ്രാക്ടീസ്. അടുത്ത 37ാമത്തെ ചോദ്യം. ബാങ്കിങ് വിത്തൗട്ട് ദി ഡയറക്റ്റ് പ്രസൻസ് ഓഫ് ദി ബാങ്ക് ഈസ് കോൾഡ്. നമ്മുടെ മോഡേൺ ബാങ്കിങ് അതായത് വെർച്വൽ ബാങ്കിങ്, അതായത് നെറ്റ് ബാങ്കിങ് എന്നൊക്കെ പറയാം. അടുത്തത് 38ാമത്തെ ചോദ്യം. വൈറ്റ് ലേബൽ ATMs ആർ ഗ്രാൻഡഡ് ടു. വൈറ്റ് ലേബൽ ഗ്രാൻഡഡ് ടു നോൺ ബാങ്കിങ് ബിസിനസ് എൻറ്റിറ്റീസിനാണ്. അതായത് നോൺ ബാങ്കിങ് ബിസിനസ്, NBFC സ്ഥാപനങ്ങൾക്കാണ് വൈറ്റ് ലേബൽ. അടുത്ത ചോദ്യം 39ാമത്തെ ചോദ്യം. ഫസ്റ്റ് ബാങ്ക് വിച്ച് ലോഞ്ച്ഡ് മുദ്ര കാർഡ് ഏത് ബാങ്കാണ്? ആൻസർ കോർപ്പറേഷൻ ബാങ്കാണ്. അടുത്തത് 40ാമത്തെ ചോദ്യം. എവരി സൊസൈറ്റി ഷാൽ അഡോപ്റ്റ് സ്റ്റാർ പാറ്റേൺ ഇൻഡിക്കേറ്റിംഗ്. സ്റ്റാർ പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട് സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ച് അതിനെ സെക്ഷൻ 80 സബ്സെക്ഷൻ 1 റൂൾ 152 അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നത് പോലെ സ്റ്റാർ പാറ്റേൺ എവിടെയാണ്? ഏതനുസരിച്ച് മീൻസ് അപ്പൻഡിക്സ് 3 നമ്മുടെ KCS ആക്ടിൻ്റെ അപ്പൻഡിക്സ് 3 ഈ സ്റ്റാർ പാറ്റേണിനെ പറ്റി പറയുക. അതാണ് എവരി സൊസൈറ്റി ഷാൽ അഡോപ്റ്റ് സ്റ്റാർ പാറ്റേൺ ഇൻഡിക്കേറ്റഡ് അപ്പൻഡിക്സ് 3 പ്രകാരമായിരിക്കണം. അടുത്ത 41ാമത്തെ ചോദ്യം. ദ റിവൈസ്ഡ് KCC കിസാൻ ക്രെഡിറ്റ് കാർഡ് scheme was introduced on the recommendation of the working group of the dash. നമ്മൾ കിസാൻ കാർഡിൻ്റെ ഒരു റിന്യൂവൽ വന്നത് ഏതെങ്കിലും വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് ചോദിച്ചാൽ TM ബാസിൻ, BHASIN. അടുത്ത 42ാമത്തെ ചോദ്യം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കയർ ബോർഡ് ഈസ് അറ്റ്. കയർ ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, കയർ ബോർഡ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസ് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അതിൻ്റെ ആസ്ഥാനം ചിലപ്പോൾ എറണാകുളമാണ്, ചിലപ്പം എറണാകുളത്തിന് കൊച്ചിയിൽ നിന്നായിരിക്കും തരിക. എറണാകുളം കൊച്ചിയാണ്. അപ്പോൾ അവിടെ എപ്പോഴും തെറ്റിക്കുന്ന പേര് കണ്ട് ഈ സെൻട്രൽ കയർ ടെക്നോളജി ഉണ്ട്, അത് ബാംഗ്ലൂരാണ്. പിന്നെ കയർ ഫെഡ് ആലപ്പുഴയാണ്. അതായത് കയർ കോർപ്പറേഷൻ ആലപ്പുഴയാണ്. അത് സെൻട്രൽ കയർ റിസർച്ച് ഉണ്ട്, അത് കലവൂരാണ്. അതോർത്ത് തന്നെ എപ്പോഴും തെറ്റിക്കുന്നതാണ് ഈ ആലപ്പുഴ. കയറിന് കാണുമ്പോൾ എല്ലാം ആലപ്പുഴ എന്ന് പറയും. ആലപ്പുഴയുള്ളതും ഇതൊക്കെ നമ്മൾ പറഞ്ഞതും ഒന്ന് ഓർമ്മയിലിരിക്കണം. അടുത്ത 43ാമത്തെ ചോദ്യം. പെരിയാർ മിക്സർ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് റബ്ബർ മാർക്ക്. റെപ്കോ അല്ല, റബ്ബർ മാർക്കാണ്. അടുത്ത 44ാമത്തെ ചോദ്യം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പോൾ 4 ഓപ്ഷൻ നോക്കണം ഏതൊക്കെയാണ്. NDDB, ഓപ്ഷൻ A NDDB,
ബി NCUI, സി SCU സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ, ഡി ഹാൻഡെക്സ്. എയും ബിയും സി ഒന്നും സൊസൈറ്റി അല്ല, ഹാൻഡെക്സ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അപ്പെക്സ് സൊസൈറ്റി വീവേഴ്സിൻ്റെ. ഇതിനടുത്ത് 45-ാമത്തെ ചോദ്യം. ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേറ്റഡ് ഇൻ ദി ഇയർ. എന്നാണ് ആരംഭിച്ചത്, അതായത് ഏത് വർഷമാണ് ആരംഭിച്ചത്? 1923, 1923. അടുത്ത 46-ാമത്തെ ചോദ്യം. ഹാൻഡ്ലൂം, വീവേഴ്സ്, കയർ, ഫിഷറീസ് ആൻഡ് മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഡാം സൊസൈറ്റീസ്. ഏതിന് ഉദാഹരണമാണ്? ഇപ്പോൾ മാർക്കറ്റിംഗ് ആണ്, പ്രൊസംഗം ചേരും, പക്ഷെ അത് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസ്ക്ക് എക്സാമ്പിളാണ്. അടുത്തത് 47-ാമത്തെ ചോദ്യം. ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് NCCD കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്. എത്ര പേരുണ്ട്? 12 മെമ്പേഴ്സ്, 12 പേര്. ആൻസർ. അടുത്തത് 48-ാമത്തെ ചോദ്യം. ഡാഷ് സൊസൈറ്റീസ് ആൾസോ കോൾഡ് ദി ഡിസ്ട്രിബ്യൂട്ടീവ് സൊസൈറ്റീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഏത് സൊസൈറ്റി? മീൻസ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കൺസ്യൂമർ സൊസൈറ്റിയാണ്. അടുത്ത 49-ാമത്തെ ചോദ്യം. ഡാഷ് ഹാവിങ് ദി അതോറിറ്റി ടു മേക്ക് ചേഞ്ചസ് ഇൻ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. ആർക്കാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ചെയ്യാനുള്ള അധികാരം? ആർക്കാണ്? ഇപ്പോൾ 4 പ്രാവശ്യം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 3 ചേഞ്ചസ് വന്നു, 4 സ്റ്റേജസ് നമ്മൾ പഠിച്ചിട്ട് കോപ്പറേഷൻ, അത് ICAയ്ക്കാണ്. അടുത്ത 50-ാമത്തെ ചോദ്യം. സീമാസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് CEMAA. സീമാസ് മീൻസ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് അഡ്വൈസിങ് സർവീസസ് ആണ് സീമാസ്. അതേതുമായി ബന്ധപ്പെട്ടതാണ്? അസോസിയേറ്റഡ് വിത്ത് NCUI. അടുത്തത് 51-ാമത്തെ ചോദ്യം. ആപ്ലിക്കേഷൻ മേഡ് ഇറ്റ് ടു ദ രജിസ്ട്രാർ ഫോർ ബൈലോ അമെൻഡ്മെൻറ്റ് ഷാൽ ബി സൈൻഡ് ബൈ. ഇപ്പോൾ നമ്മൾ സഹകരണ സംഘത്തിൻ്റെ നിയമാവലി ഭേദഗതി ചെയ്യണമെങ്കിൽ അത് പൊതുവെ തീരുമാനമെടുത്തിട്ടത് രജിസ്ട്രാർക്കാണ് അതോറിറ്റി. അയച്ചു കൊടുക്കുമ്പോൾ അതിൽ ചീഫ് എക്സിക്യൂട്ടീവും 2 ഡയറക്ടേഴ്സും ഒപ്പിടണം. അത് ചിലപ്പോൾ സെക്രട്ടറി എന്നായിരിക്കും, അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവും 2 ഡയറക്ടേഴ്സും ഒപ്പിട്ടിരിക്കണം. സെക്രട്ടറി ആൻഡ് 2 മെമ്പേഴ്സ് ഓഫ് ദി കമ്മിറ്റി അല്ലെങ്കിൽ ഡയറക്ടേഴ്സ്. അടുത്ത 52-ാമത്തെ ചോദ്യം. നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. 97 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ആക്ട് റിസീവ്ഡ് ദി അസെൻറ്റ് ഓഫ് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇൻ. ഏത് വർഷമാണ്? 97-ാം മുമ്പേ പണ്ടു പാർട്ട് 9B കൂട്ടിച്ചേർത്ത്. അതെന്നാണ് പ്രസിഡന്റിൻ്റെ അംഗീകാരം കിട്ടിയത് എന്നാന്ന് ചോദിച്ചാൽ 2012, കറക്റ്റ് പറഞ്ഞാൽ 12/1/2012. അടുത്ത 53-ാമത്തെ ചോദ്യം. പവർ ടു എക്സംപ്റ്റ് സൊസൈറ്റി ഫ്രം എനി ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് KCS ആക്ട് ഈസ് സ്പെസിഫൈഡ് ഇൻ. ഏതെങ്കിലും അതിൽ നിന്ന് സൊസൈറ്റീസിനെ ഒഴിവാക്കാൻ, എക്സംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ പറഞ്ഞിട്ട് എവിടെയാണ്? ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 101, 101. അടുത്തത് 54-ാമത്തെ ചോദ്യം. അണ്ടർ ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം റീറ്റെയിൽ സ്റ്റോക്ക് ഈസ് അണ്ടർ ദ കസ്റ്റഡി ഓഫ് ഡാഷ് ആൻഡ് ദി ഹോൾസെയിൽ സ്റ്റോക്ക് ഈസ് അണ്ടർ ദ കസ്റ്റഡി ഓഫ് ഡാഷ്. അപ്പോൾ 2 പേരുമായി ബന്ധപ്പെട്ടതാണ്. ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം കൺസ്യൂമർ സ്റ്റോറുമായി ബന്ധപ്പെട്ടതാണ്. അത് റീറ്റെയിൽ സ്റ്റോക്ക് ആരുടെ കൈവശമാണ്? അത് ബാക്കിയുള്ള മൊത്തമുള്ളത് ആരുടെ എന്ന് ചോദിച്ചാൽ അത് ഇതിൻ്റെ റീറ്റെയിൽ സ്റ്റോക്ക് ഇൻ ദ അണ്ടർ ദ ഹാൻഡ്സ് ഓഫ് സെയിൽസ്മാൻ ആൻഡ് ദി ഹോൾസെയിൽ സ്റ്റോക്ക് ഈസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് ദി സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് കൺസ്യൂമർ സ്റ്റോറിൻ്റെ. അടുത്തത് 55-ാമത്തെ ചോദ്യം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കോസ്റ്റക്. കോസ്റ്റക് മീൻസ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ്. അതായത് നമ്മുടെ KCS ആക്ട് പ്രകാരം 2001 രജിസ്റ്റർ ചെയ്തതാണ്. എൻ്റെ ആസ്ഥാനം എവിടെ നിന്നാണ് ചോദിച്ചത്? എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. അടുത്ത 56-ാമത്തെ ചോദ്യം. ഗ്രൂപ്പ് ഓഡിറ്റ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ടഡ്. ഏത് വർഷമാണ് ഗ്രൂപ്പ് ഓഡിറ്റ് ആരംഭിച്ചത്? ഇൻ ദ ഇയർ 1988, 1998 ഗ്രൂപ്പ് ഓഡിറ്റ്. അടുത്തത് അക്ഷര പുരസ്കാർ ഈസ് ഗിവൺ ബൈ. അത് SPCS സാഹിത്യ പ്രവർത്തക സംഘവുമായി ബന്ധപ്പെട്ടാണ്. ഈസ് അക്ഷര പുരസ്കാരം ഇൻ എവരി ഡാഷ് മന്ത്, എത്ര മാസം കൂടുമ്പോഴാണ് അക്ഷര പുരസ്കാരം കൊടുക്കുന്നത്? അതായത് എവരി 20 months, 20 മാസം കൂടുമ്പോഴാണ്. ഇയർ ഓരോ വർഷമല്ല, 20 monthsലാണ്. അടുത്ത 58-ാമത്തെ ചോദ്യം. അൺക്ലെയിംഡ് ഡിവിഡൻഡ് ഈസ് എ ഡാഷ്. അൺക്ലെയിംഡ് ഡിവിഡൻഡ്, നമ്മൾ ലാഭവിഹിതം കൊടുക്കണം. ആ ലാഭവിഹിതം മെമ്പേഴ്സ് ക്ലെയിം ചെയ്തിട്ടില്ല എങ്കിൽ അത് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതെന്താണെന്നാണ്? അൺക്ലെയിംഡ് ഡിവിഡൻഡ് ഈസ് എ ലൈബിലിറ്റി. ആൻസർ ലൈബിലിറ്റി. അടുത്തത് റെഗുലേറ്റഡ് മാർക്കറ്റ് സ്റ്റാർട്ടഡ്. ഏത് വർഷമാണ് റെഗുലേറ്റഡ് മാർക്കറ്റ് ഏത് വർഷമാണ് ആരംഭിച്ചത്? ആൻസർ 1929. അടുത്ത ചോദ്യം.
ഡബിൾ കമ്പാർട്ട്മെൻറ്റ് സിസ്റ്റം ഈസ് ആൾസോ കോൾഡ് വാല്യൂ കൺട്രോൾ സിസ്റ്റം. അടുത്ത 62ാമത്തെ ചോദ്യം. കസ്റ്റോഡിയൻ ഓഫ് ദി കോമൺ ലിക്വിഡേഷൻ ഫണ്ട് ഈസ്. അതായത് കോമൺ ലിക്വിഡേഷൻ ഫണ്ട്, ഒരു സംഘം ലിക്വിഡേറ്റ് ചെയ്താൽ വന്നാൽ ലിക്വിഡേറ്ററെ നിയമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആസ്തി പാത്തിൽ കണ്ടുവച്ചാൽ അതിൻ്റെ കസ്റ്റോഡിയൻ, ലിക്വിഡേഷൻ ഫണ്ട് കസ്റ്റോഡിയൻ ആരാണ്? കസ്റ്റോഡിയൻ ആ അതിനകത്ത് ചോദ്യം ചോദിക്കുന്ന സെക്രട്ടറി ആണ്, അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ജോയിൻറ്റ് രജിസ്ട്രാറാണ്, അസിസ്റ്റന്റ് രജിസ്ട്രാറാണ്. പക്ഷേ അത് ആ താലൂക്കിലെ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറലാണ് ആ ലിക്വിഡേഷൻ ഫണ്ടിൻ്റെ കസ്റ്റോഡിയൻ. അടുത്ത 63ാമത്തെ ചോദ്യം. ലേബർ നോട്ട്സ് ആൻഡ് ലേബർ എക്സ്ചേഞ്ചസ് ആർ ഐഡിയാസ് ഓഫ്. ആരുടെ ഐഡിയാസ് ആണ്? അറിയാവുന്നതാണ്, റോബർട്ട് ഓവൻ. ആൻസർ. അടുത്ത 64. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂട്ട് ആസ് എ ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് വിത്ത് എ ഷെയർ ക്യാപിറ്റൽ ഓഫ്. അതായത് നമ്മൾ 1935 ആരംഭിക്കുമ്പോൾ എത്ര? 5 കോടി രൂപ. അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ 5 crores ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബാങ്കായിട്ട്, ഓഹരി ഉടമ ബാങ്കായിട്ട് ആരംഭിച്ചത്. അടുത്ത 65ാമത്തെ ചോദ്യം. ദി ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് ഡ്യൂറിങ്. ഏത് വർഷമാണ് ഫിനാൻഷ്യൽ സെക്ടർ? ഉത്തരം 1991-92 കാലഘട്ടത്തിലാണ്. അടുത്ത 66ാമത്തെ ചോദ്യം. ദ സെക്ഷൻ 74A നറേറ്റ്സ് ഡാഷ്. 74A ഏതുമായി ബന്ധപ്പെട്ടാണ്? നറേറ്റ്സ് 74 ക്യാൻസലേഷൻ റേറ്റ് സർട്ടിഫിക്കറ്റാണ്. 74A ഇൻഷേർഡ് കോപ്പറേറ്റീവ് ബാങ്ക്. അർബൻ ബാങ്കൊക്കെ അതിന് ഉദാഹരണമാണ്. അർബൻ ബാങ്കല്ല, ഇൻഷേർഡ് കോപ്പറേറ്റീവ് ബാങ്കാണ്. അതായത് ഡിപ്പോസിറ്റ് സെക്ഷൻ 13D അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്ന ബാങ്കാണ്. അടുത്തത് 67. IMF ഇൻട്രൊഡ്യൂസ്ഡ് എ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്. ഏത് വർഷമാണ് IMF ഇൻട്രൊഡ്യൂസ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്? ഇൻ 1970. Then 68. Societies getting more than 50 marks but less than 60 marks are awarded. അതായത് ഓഡിറ്റ് ക്ലാസിഫിക്കേഷനാണ്. അതായത് 60 മാർക്കിന് മുകളിലോട്ടാണ് A ക്ലാസ് ആണ്. അതായത് 49 ഇടയ്ക്കുള്ളത് ഏതാണെന്നാണ്. സൊസൈറ്റി ഗെറ്റിംഗ് 50 മാർക്സിന് മുകളിലും 60 താഴെയാണെങ്കിൽ അത് ബിലോങ്സ് ടു B ക്ലാസ്. അടുത്ത 69ാമത്തെ ചോദ്യം. പാർട്ട് A ഓഫ് ദി സമ്മറി ഡിഫക്ട്സ് ഇൻ ഓഡിറ്റ് നോട്ടീസ്. ഓഡിറ്റ് നോട്ടിൻ്റെ പാർട്ട് എയിൽ രണ്ടായിട്ടാണ്. ഇപ്പം ഓഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓഡിറ്റ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ് വേളയിൽ കാണുന്ന ഗുരുതരമായ വീഴ്ചകളും മറ്റുള്ളത് അത്ര മൈന്യൂട്ടായിട്ടുള്ള വീഴ്ചകളും പലതരത്തിലുണ്ട്. അപ്പം അങ്ങനെ സീരിയസ് ആയിട്ടുള്ള ഡിഫക്റ്റ് ആണ് എവിടെ കാണിക്കുക? പാർട്ട് എയിൽ കാണിക്കുക. മൈന്യൂട്ടായിട്ടുള്ളതാണ് പാർട്ട് ബിയിൽ. അപ്പം സീരിയസ് ഡിഫക്റ്റ് റിക്വയറി, അതായത് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ, അതായത് ബോർഡിൻ്റെ അല്ലെങ്കിൽ സംഘത്തിൻ്റെ അടിയന്തരമായിട്ടുള്ള ശ്രദ്ധ വേണ്ടതാണ് പാർട്ട് എയിൽ കാണിക്കുക. അടുത്ത 70ാമത്തെ ചോദ്യം. ഗുഡ് വില്ല്, പേറ്റന്റ്, കോപ്പിറൈറ്റ് എക്സെട്ര ഒക്കെ ഏതിന് ഉദാഹരണമാണത്? ഇൻടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണമാണ്. അടുത്ത 71. പ്രൊപ്പറേറ്റർ ഓഫ് ദ ബിസിനസ് വിഡ്രോ ഗുഡ്സ് ഫ്രം ബിസിനസ് ഫോർ പ്രൈവറ്റ് യൂസ് വിൽ ബി പോസ്റ്റഡ് ടു ഡാഷ്. എവിടെയാണ് പോസ്റ്റ് ചെയ്യുന്നത്? ആൻസർ ക്രെഡിറ്റ് ഓഫ് പർച്ചേസിങ് അക്കൗണ്ട്. ഇപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ടു പർച്ചേസ് അക്കൗണ്ട് എന്നാണ് അതിൻ്റെ ജേണൽ എൻട്രി വരിക. അടുത്ത 72ാമത്തെ ചോദ്യം. ഇഫ് ദ ബെനിഫിറ്റ് ഫ്രം റവന്യൂ എക്സ്പെൻഡിച്ചർ എക്സിസ്റ്റ് മോർ ദാൻ 1 year ഈസ് കോൾഡ്. ഒന്നിൽ കൂടുതൽ വർഷത്തേക്ക് നിൽക്കുകയാണെങ്കിൽ അത് എന്ത് എക്സ്പെൻസ് ആണ്? ക്യാപിറ്റലാണോ റവന്യൂ ആണോ? ഒന്നിൽ കൂടുതൽ ദീർഘകാലത്തേക്കാണെങ്കിൽ ക്യാപിറ്റലാണ്, ഒരു വർഷത്തേക്കാണെങ്കിൽ റവന്യൂ ആണ്. നോട്ട് എക്സീഡിങ് 12 months ആണെങ്കിൽ അത് റവന്യൂ ആണ്. ഒന്നിൽ കൂടുതൽ ഒരു ഇയറേ ഉണ്ട്, പക്ഷേ ലോങ് ഇല്ലെങ്കിൽ അത് ഡെഫേർഡ് റവന്യൂ ആണ്. അടുത്ത 73ാമത്തെ. ഗുഡ്സ് ഗിവൺ ആസ് സാമ്പിൾസ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ആൻസർ പർച്ചേസ് അക്കൗണ്ട്സ്. അടുത്ത 74ാമത്തെ ചോദ്യം. പർച്ചേസ് ഓഫ് ഓഫീസ് ഇയർ ഫോർ ₹50,000 ഹാസ് ബീൻ ഡെബിറ്റഡ് ഇൻ ടു ജനറൽ എക്സ്പെൻസീസ് ആൻഡ് എറർ ഓഫ്. അതെന്ത് എററാണ്? നമുക്കറിയാം, എറർ ഓഫ് പ്രിൻസിപ്പിളാണ്. അടുത്ത 75ാമത്തെ ചോദ്യം. ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കെപ്റ്റ് ഫോർ എ പീരീഡ് ഓഫ് ഡാഷ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ്. കഴിഞ്ഞാലും ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എത്ര കാലത്തേക്ക് സൂക്ഷിക്കണം? ഫോർ എ പീരീഡ് ഓഫ് 3 years. അടുത്ത 76ാമത്തെ ചോദ്യം. ഇൻ കേസ് ഓഫ് എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രൊഹിബിഷൻ ഓഫ് ദി പേഴ്സണൽ കോൺട്രാക്ട് ഈസ് മെൻഷൻഡ് ഇൻ ഡാഷ്. എവിടെയാണ്? അതായത് റൂൾ 195 ഇതിനടുത്ത ചോദ്യം.
ആപ്ലിക്കേഷൻ ഫോർ റിവൈൽ ഓഫ് അഫിലിയേഷൻ ടു സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഷാൽ ബി ഇൻ ഡാഷ്. അപ്പം ഓരോ വർഷം കൂടുമ്പോഴും നമ്മൾ എല്ലാ സംഘവും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവിൽ അഫിലിയേറ്റ് ചെയ്യണം. അഫിലിയേഷൻ ഒരു വർഷത്തേക്കാണ്. ഓരോ വർഷം കഴിയുമ്പോൾ അഫിലിയേഷൻ പുതുക്കണം. ആ പുതുക്കാനുള്ള അപേക്ഷ കൊടുക്കേണ്ട ഏത് ഫോമിലാണ്? അത് ഫോം നമ്പർ 14 അടുത്തത് 78ാമത്തെ ചോദ്യം. ആനുവൽ ബഡ്ജറ്റ് ഈസ് പാസ്ഡ് ഇൻ ദി ഡാഷ്. ആനുവൽ ബഡ്ജറ്റ് അത് എവിടെയാണ്, ആരാണ് പാസ്സാക്കേണ്ടത്? അപ്പോൾ സെക്രട്ടറിയാണ്, പ്രസിഡൻ്റാണ്, ബോർഡാണ്, മാനേജിംഗ് കമ്മിറ്റിയാണ്. പക്ഷേ ദ സുപ്രീം അതോറിറ്റി, ഫൈനൽ അതോറിറ്റി, അതായത് ദ ജനറൽ ബോഡിയാണ്. അതിൻ്റെ എല്ലാ ഏത് തരമായ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അധികാരം ജനറൽ ബോഡിക്കാണ്. അടുത്തത് ചോദ്യം 79 ചോദ്യം. സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഫസ്റ്റ് ചാർജ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന്. നമുക്ക് ഫസ്റ്റ് ചാർജ് ഉണ്ട്. അത് ഏത് സെക്ഷനിലാണ്? നമ്മൾ ബസ്സുകളൊക്കെ ഹൈപ്പോത്തിക്കേറ്റ് പണയപ്പെടുത്തിയാലൊക്കെ സൊസൈറ്റിക്ക് അതിന്മേൽ ഒരു ഫസ്റ്റ് ചാർജ് ഉണ്ട്. അതേത് സെക്ഷൻ? ആസ് പെർ സെക്ഷൻ 35 പ്രകാരമാണ്, 35 പ്രകാരമാണ്. അടുത്ത 80ാമത്തെ ചോദ്യം. കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് വെൽഫെയർ ഫണ്ട് ബോഡീസ് അസോസിയേറ്റഡ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് പെർ ഏതുമായി ബന്ധപ്പെട്ടാണ്? സെക്ഷൻ 57A. 57A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. 57B ക്രെഡിറ്റ് ഗ്യാരണ്ടിയാണ്, C കൺസോർഷ്യമാണ്, D റിസ്ക് ഫണ്ടാണ്. അതിലേതെങ്കിലും ഒന്ന് സാധാരണ ചോദിക്കുന്നതാണ്. അപ്പം 57Aയും Bയും Cയും Dയും നോക്കിയാണ്. അടുത്തത് 81ാമത്തെ ചോദ്യം. റീഅഡ്മിഷൻ ഫോർ എക്സ്പെൽഡ് മെമ്പർ ഈസ് ഒൺലി ആഫ്റ്റർ ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പെൽഷൻ. അതായത് ഒരു മെമ്പറെ എക്സ്പെൽ ചെയ്ത ആളെ വീണ്ടും ആ സംഘത്തിലേക്ക് ടു ദ സെയിം സൊസൈറ്റിയിലേക്ക് അയാൾ മെമ്പർ ആകണമെങ്കിൽ ഒൺലി എന്നാണ്? ഒൺലി ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് എക്സ്പെൽഷൻ. അടുത്ത ചോദ്യം. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ഈസ് ഡാഷ്. ഒരു പ്രാന്ത പൊതുയോഗത്തിൽ പരമാവധി അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? അത് 50 ഉണ്ട്, 200 ഉണ്ട്, 500. അതോ അതിൻ്റെ നമ്പർ ഓഫ് മെമ്പേഴ്സ് അനുസരിച്ചിട്ടാണുള്ളത്. അപ്പോൾ എത്ര മെമ്പർ ഉണ്ടെങ്കിലും അതിനകത്ത് മാക്സിമം നമ്പർ 500-ൽ കൂടാൻ പാടില്ല. മാക്സിമം നമ്പർ ഓഫ് 500 ആണ്. അടുത്തത് 83ാമത്തെ ചോദ്യം. സെക്ഷൻ 66 ഡിഫൈൻസ് 66 അല്ല 66C ഏതാണ് കാണിക്കുന്നത്? അതായത് സബ്മിഷൻ ഓർ റിട്ടേൺസ് ടു രജിസ്ട്രാർ. സഹകരണ സംഘങ്ങൾ കാലാകാലങ്ങളിൽ രജിസ്ട്രാർ ആവശ്യപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ കൊടുക്കണം. അത് സെക്ഷൻ 66C പ്രകാരമാണ്. അടുത്തത് ചോദ്യം. എവരി ഡാഷ് ഇയേഴ്സ് ഓഡിറ്റ് മാനുവൽ ഷാൽ ബി അപ്ഡേറ്റഡ് ബൈ ദ DCI. ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ റൈറ്റാണ് DCIയുടെ അവരി 5 year. അത് പറയുന്നത് DCI ഇൻ കൺസൾട്ടേഷൻ വിത്ത് രജിസ്ട്രാറുമായി കൂടിയാലോചിച്ച് ഒരു 5 വർഷം കൂടുമ്പോൾ ഓഡിറ്റ് മാനുവൽ പുതുക്കണം. ഓഡിറ്റ് റിവൈസ്, അമെൻഡോ റിവൈസ് ഇത് ഓഡിറ്റ് മാനുവൽ എന്നാണ് പറയുക. ഓഡിറ്റ് മാനുവൽ അനുസരിച്ചാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്. അടുത്തത് 85ാമത്തെ ചോദ്യം. റൂൾ 64A ആൻഡ് സെക്ഷൻ 63(8) ഈസ് മെൻഷൻഡ്. എന്താണ്? റൂൾ 64A സെക്ഷൻ 63(8) പറയുന്നത് ക്വാളിഫിക്കേഷൻ ഓഫ് ദി ഓഡിറ്ററാണ്. ഇതിനടുത്ത് 86ാമത്തെ ചോദ്യം. ഇന്നെലിജിബിലിറ്റി ഓഫ് ദി ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് ഈസ് സ്പെസിഫൈഡ് ഇൻ. എവിടെയാണ് അത്? അവർ ക്വാളിഫൈഡ് അല്ലാതാകുന്നത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? റൂളിലാണ്. റൂള് 44-ലാണ്. അടുത്ത് 87ാമത്തെ ചോദ്യം. ഇഷ്യൂ ഓഫ് ID മീൻസ് ഐഡൻറ്റി കാർഡ് ഷാൽ ബി സ്റ്റോപ്പ്ഡ് ബിഫോർ ഡാഷ് ഡേയ്സ് പ്രയർ ടു ദ ഡേറ്റ് ഓഫ് പോൾ. അപ്പോൾ ഓർത്തിരുന്നാണ് നമ്മൾ ചില പീരീഡ് ഓഫ് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് 2 ദിവസം മുതൽ 2 ദിവസം, 7 ഒരാഴ്ച, 15 ദിവസം, 6 മാസം, 1 മാസം, അങ്ങനെ പല ഡേയ്സ് ഉണ്ട്. 12 years അങ്ങനെ ഉണ്ട്. അതിൽ ഏറ്റവും കുറഞ്ഞ 2 ദിവസം അത് ഐഡൻറ്റി കാർഡ് ഇഷ്യൂ ചെയ്യുന്നതനുസരിച്ചാണ്. അതായത് 2 days ബിഫോർ ദി പോൾ. ഇലക്ഷൻ ഉണ്ടെങ്കിൽ ഇലക്ഷൻ പോൾ നടക്കുന്നതിൻ്റെ 2 ദിവസം മുന്നേ. ഇപ്പോൾ 26-ാം തീയതിയാണ് ഇലക്ഷൻ എങ്കിൽ 25-ാം തീയതി കൊടുക്കാൻ പാടില്ല. 24-ാം തീയതി, 23-ാം തീയതി വരെ മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. അടുത്ത ചോദ്യം 88ാമത്തെ ചോദ്യം. ഡാഷ് മേ അറേഞ്ച് 1 polling booth for every 1200 voter. ദ പൊസിഷൻ ചാർജ് ഈസ് ദ പോളിംഗ് ബൂത്ത് ഈസ്. ആരാണ്? അതായത് ഒരു സഹകരണ സംഘത്തിൽ ഇലക്ഷൻ നടത്തുമ്പോൾ ഓരോ 1200 വോട്ടർക്കും ഒരു ബൂത്ത് എന്ന നിലയിൽ പോളിംഗ് ബൂത്ത് അറേഞ്ച് ചെയ്യണം. അത് അറേഞ്ച് ചെയ്യുന്ന ആരാണ്? അറേഞ്ച് ചെയ്യുന്നത് റിട്ടേണിംഗ് ഓഫീസറാണ്. ഞാൻ ചിലപ്പോൾ ചോദിക്കും ഈ പോളിംഗ് ബൂത്തിൻ്റെ ചുമതല ആരാന്ന് ചോദിച്ചാൽ പോളിംഗ് ബൂത്തിൻ്റെ ചുമതല പ്രിസൈഡിംഗ് ഓഫീസറാണ്. ഈ പ്രിസൈഡിംഗ് ഓഫീസറെ നിയമിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ
റിട്ടേണിംഗ് ഓഫീസറാണ്. റിട്ടേണിംഗ് ഓഫീസറെ നിയമിക്കുന്നവരാണ് ഇലക്ഷൻ കമ്മീഷനാണ്. റിട്ടേണിംഗ് ഓഫീസറെയും ഇലക്ട്രൽ ഓഫീസറെയും അതെപ്പോഴും തെറ്റിക്കുന്നതാണ്, ഓർത്തിരുന്നതാണ്. അടുത്ത 90ാമത്തെ ചോദ്യം. ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഈസ് ഫ്രെയിംഡ് ബൈ. ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ആരാണ്? ജയിക്കും നബാർഡാണോ, SBI ആണോ, RBI ആണോ? പക്ഷെ അത് ഫോം ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. ദെൻ അടുത്തത് 91ാമത്തെ ചോദ്യം. കേരള ബാങ്ക് വാസ് ഫോംഡ് ബൈ മെർജിങ് 13 ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ദി ഇയർ. നമ്മളുണ്ട് കേരളത്തിലെ 14 ജില്ലാ ബാങ്കിൽ 13 ജില്ലാ ബാങ്ക് മലപ്പുറം ഒഴിച്ച് കേരള ബാങ്കിൽ ലയിച്ചിട്ട് കേരള ബാങ്ക് നിലവിൽ വന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ 2019 നവംബറിലാണ്. 29/11/2019. അടുത്ത 92ാമത്തെ ചോദ്യം. ദ ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ കേരള. എല്ലാം പൂട്ടിപ്പോയി. അത് ഫസ്റ്റ് നെടുങ്ങാടി ബാങ്ക്, അപ്പു നെടുങ്ങാടികളിൽ, അത് കോഴിക്കോട് ആസ്ഥാനമായിട്ട് ആരംഭിച്ചാണ് നെടുങ്ങാടി ബാങ്ക്. അടുത്ത 93ാമത്തെ ചോദ്യം. വിച്ച് കമ്മിറ്റി സജസ്റ്റ് ഫോർ ദി ഫോർമേഷൻ ഓഫ് ദി പേയ്മെൻറ്റ് ബാങ്ക്? ആൻസർ നമ്മൾ നേരത്തെ ഓഡിയൊക്കെ ഇട്ടിട്ടുള്ള ചോദ്യമാണിത്. അത് നചികേത് മോർ കമ്മിറ്റി. അടുത്തത് 94ാമത്തെ ചോദ്യം. ഫസ്റ്റ് കമ്മിറ്റി വിച്ച് സജസ്റ്റഡ് ഫോർ ദി ഫോർമേഷൻ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. മാഗ്ലഗൻ കമ്മിറ്റിയാണ്. അത് ഫസ്റ്റ് കമ്മിറ്റി 1914 നിയമിച്ച് കമ്മിറ്റി. അടുത്തത് 95. ദ നമ്പർ ഓഫ് ബാങ്ക് നാഷണലൈസ് ഇൻ 1980. എത്ര ബാങ്കാണ് 1980 നാഷണലൈസ് ചെയ്ത്? 69 എണ്ണം. പിന്നെ സെക്കൻഡ് നാഷണലൈസേഷൻ വന്നത് 1980 6 ബാങ്കാണ്. ദെൻ 96. ടുഗദർ വി ക്യാൻ ഈസ് ദ സ്ലോഗൻ ഓഫ്. ഇപ്പോൾ ഓരോ ബാങ്കിനും ഓരോ സ്ലോഗൻ ഉണ്ട്. അത് ആരുടേതാണ്? അത് കാനറ ബാങ്കിൻ്റെ സ്ലോഗനാണ്. അടുത്ത 97ാമത്തെ ചോദ്യം. ദ പേഴ്സൺ ഹൂ സെർവ്ഡ് ആസ് ദി RBI ഗവർണർ ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. എല്ലാവർക്കും അറിയാവുന്നതാണ്, മൻമോഹൻ സിംഗ്. അടുത്തത് 98ാമത്തെ ചോദ്യം. സെക്ഷൻ 15 ഓഫ് NI ആക്ട് ഏതുമായി ബന്ധപ്പെട്ടതാണ്? എൻഡോഴ്സ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. 15. അടുത്ത ചോദ്യം. SLR ഈസ് ഡിഫൈൻ സെക്ഷൻ ഡാഷ് ഓഫ് BR ആക്ട്. സ്റ്റാറ്റ്യൂട്ട് ലിക്വിഡ് റേഷ്യോ എവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ബാങ്ക് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ 24 അടുത്തത് 100ാമത്തെ ചോദ്യം. ഗാർണിഷി ഓർഡേഴ്സ് ആർ ഫ്രം ദി ഓർഡേഴ്സ് ഫ്രം ദി കോർട്ട് ആൻഡ് ദീസ് കണ്ടെയ്ൻ 2 പാർട്സ്. ഗാർണിഷി ഓർഡർ കോടതി പുറപ്പെടുവിക്കുന്നതാണ്. 2 ഭാഗമുണ്ട്. ഓർഡർ നിഷി ആൻഡ് ഓർഡർ അബ്സല്യൂട്ട്. ദി ഓർഡർ നിഷി ഇഷ്യൂഡ് ആദ്യം കൊടുക്കുന്ന ആർക്കാണ്? ഡയറക്റ്റ് ദി ബാങ്ക് മീൻസ് ഡയറക്റ്റ് ദ ഗാർണിഷി ടു സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഔട്ട് ഓഫ് ദി അക്കൗണ്ട് ഓഫ് ദി ജഡ്ജ്മെൻറ്റ് ഡെപ്റ്റർ. ഇപ്പോൾ 2 കക്ഷികളാണ്, ജഡ്ജ്മെൻറ്റ് ഡെപ്റ്ററും ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്ററും. പണം കൊടുക്കാനുള്ള ആളാണ് ജഡ്ജ്മെൻറ്റ് ഡെപ്റ്റർ. ആർക്കാണോ പണം കൊടുക്കേണ്ടത് അയാളാണ് ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ. അപ്പോൾ കടം കിട്ടാനുള്ള ആളാണ് കോടതിയെ സമീപിക്കുക. കോടതി ജഡ്ജ്മെൻറ്റ് ഡെപ്റ്റർക്ക് പണം കൊടുക്കാനുള്ള മൂന്നാമതൊരു കക്ഷിയാണ് ഗാർണിഷി. അത് ബാങ്ക് ആകാം അതിലൂടെ, അല്ലെങ്കിൽ ഒരു വ്യക്തികളാണെങ്കിൽ വ്യക്തിയോട് അവിടെ എമൗണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് അത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിനകത്തൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ NCDC 14/3/1969 വേണ്ടത്. പറഞ്ഞതിനകത്ത് മിസ്റ്റേക്ക് പറ്റും. അതുപോലെ തന്നെ 1 വില്ലേജ് 1 സൊസൈറ്റി മാൽക്കം ഡാർലിംഗ് ആണ്. പക്ഷേ അത് മാക്ലഗൻ എന്നാണ് വരുന്നത്. മാൽക്കം ഡാർലിംഗ് എന്നാണത്. തിരുത്തി വായിക്കണം. നന്ദി, നമസ്കാരം.